So, in this video, we will discuss 8-point DIT FFT algorithms. So, 4-point DIT we will study that 8-point DIT algorithm but steps computation so, first step is x of n bit reverse. So, n equal to 4. 4-point DFT is code 0 to 1 3. That n equal to 8 ആകുമ്പോഴത്തേനും ഇതിന്റെ നേരെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ഈവൻ സീക്വൻസസ് കിട്ടും 0 4 2 6 then ഓരോ നമ്പറിന്റെ കൂടെയും +1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഓഡ് സീക്വൻസിന്റെ ഓർഡർ കിട്ടും സോ നമ്മുടെ ബിറ്റ് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും x of n എന്ന് പറയുന്നത് നമ്മൾ ബട്ടർഫ്ലൈ സ്ട്രക്ചറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഓർഡർ എന്ന് പറയുന്നത് x of 0 x of 4 x of 2 x of 6 then x of 1 x of 5 x of 3 and x of 7 ഈ ഓർഡറിലായിരിക്കും ബട്ടർഫ്ലൈ സ്ട്രക്ചറിൽ നമ്മൾ ഇൻപുട്ട് ഫീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് കമ്പ്യൂട്ട് ചെയ്യുക സോ m is equal to log n to the base 2 ഇവിടെ 8 പോയിന്റ് ആണ് സോ ക്യാപിറ്റൽ n 8 കൊടുത്താൽ വിൽ ഗെറ്റ് ഈക്വൽ ടു 3 അതായത് 8 പോയിന്റ് DFT യിൽ നമുക്ക് മൊത്തം 3 സ്റ്റേജസ് ആണ് വരുന്നത് സോ സ്മോൾ m ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 ആൻഡ് 3 നമ്പർ സ്റ്റേജ് നമ്പർ അല്ലെങ്കിൽ സ്റ്റേജ് ഇൻഡെക്സ് എന്ന് പറയും So, ഓരോ സ്റ്റേജിലും എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടാവും n by 2. Here n equal to 8. So, we'll be having 4 butterflies in each stage. So, next നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സെപ്പറേഷൻ സോ സാമ്പിൾ സെപ്പറേഷൻ ഇക്വേഷൻ എന്താണ് 2 raised to small m minus 1 2 raised to small m minus 1 സോ നമുക്ക് 3 സ്റ്റേജസ് ആണുള്ളത് സോ സ്മോൾ n will be taking values 1 2 and 3 So, first m equal to 1 കൊടുത്താൽ sample separation is 2 raised to 1 minus 1. 2 raised to m minus 1. So, you'll get first 1 sample separation, second stage 2 sample separation and accordingly third stage 4 sample separation. So, ഈ sample separation കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ ബട്ടർഫ്ലൈ ഡയഗ്രാം ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ ബട്ടർഫ്ലൈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യണം Twiddle factor calculate ചെയ്യണം So, Twiddle factor equation എന്താണ് exponent equation k equal to nt divided by 2 raised to m where t will take values from 0 to 2 raised to m minus 1 minus 1. Okay, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓരോ സ്റ്റേജിലും Twiddle factor കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണം ടി കണ്ടുപിടിച്ചിട്ട് വേണം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനും സോ ഫസ്റ്റ് സ്റ്റേജിൽ m ഈക്വൽ ടു 1ന് t is equal to 0 മുതൽ ഏത് വരെ 2 raised to 1 minus 1 that is 2 raised to 0 1 1 minus 1 0 അപ്പോൾ ടിക്ക് ഒരൊറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ 0 t 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് k എന്തായിരിക്കും n into t ആണ് സോ t 0 ആണെങ്കിൽ k 0 കറസ്പോണ്ടിങ് Twiddle factor നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് w n to the power k ആണ് സോ w 8 പോയിന്റ് ആണ് സോ n is 8 and k യുടെ വാല്യൂ 0 so w 80 is 1. Now for the second stage m equal to 2 ചെയ്യുമ്പോഴത്തേനും ടിയുടെ വാല്യൂ 0 മുതൽ 2 raised to 2 minus 1 that is 2 then 2 minus 1 is 1 so ടിയുടെ വാല്യൂ 0 മുതൽ 1 വരെ അതായത് 0യും 1ഉം so t 0 ആണെങ്കിൽ k 0 corresponding Twiddle factor w80 and t 1 ആണെങ്കിൽ kയുടെ വാല്യൂ എന്താണ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 8 into ടിയുടെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 2 raised to 2 നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 raised to 2 so we'll get 2 so corresponding Twiddle factor is w8 to the power is equal to minus j ഈ വാല്യൂസ് DIT ആണെങ്കിലും DIF ആണെങ്കിലും സെയിം തന്നെയാണ് ഓക്കെ now സ്റ്റേജ് കൂടി നമുക്കുണ്ട് for m equal to 3 so m equal to 3 ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 3 വരെ അതായത് 0 1 2 3 4 വാല്യൂസ് ആണ് തേർഡ് സ്റ്റേജിൽ വരുന്നത് സോ ടി 0 ആണെങ്കിൽ k 0 കറസ്പോണ്ടിങ് Twiddle factor w8 to the power 0 that is 1 then t equal to 1 കൊടുക്കുന്ന സമയത്ത് kയുടെ വാല്യൂ n into t ഡിവൈഡഡ് ബൈ 2 raised to m നമ്മൾ തേർഡ് സ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ 2 raised to power 3 so we will get 1 and w8 1 എന്ന് പറയുന്നത് 0.707 minus j 0.707 or 1 by root 2 minus j 1 by root 2. Then for t is equal to 2, k യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും that is w8 to the power 2 will get minus j
and for t is equal to 3, k will be equal to 3 corresponding twiddle factor. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടിൽ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. W81 എന്ന് പറയുന്ന റിയൽ പാർട്ട് പോസിറ്റീവും W83 എന്ന് പറയുന്ന റിയൽ പാർട്ട് നെഗറ്റീവും ആയിരിക്കും. സോ -1/√2 -j1/√2. Now the output sequence, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് സീക്വൻസ് ആണ്. ഇൻപുട്ടിനെ ബിറ്റ് റിവേഴ്സ് ചെയ്താണ് കൊടുത്തതെങ്കിലും ഔട്ട്പുട്ട് സീക്വൻസ് വിൽ ബി ഇൻ ദി കറക്റ്റ് ഓർഡർ. സോ എപ്പോഴും ഓർക്കുക, നമ്മൾ ബട്ടർഫ്ലൈ സ്ട്രക്ചറിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ പോലും ലാസ്റ്റ് നിങ്ങൾ ഔട്ട്പുട്ട് സീക്വൻസ് എക്സ് ഓഫ് കെ എന്ന് എടുത്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദി DIT FFT അൽഗോരിതം. സോ ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി 8-point DFT ഓഫ് എക്സ് ഓഫ് n ഈക്വൽസ് 2 1 2 1 2 1 2 1 യൂസിങ് DIT FFT അൽഗോരിതം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക. ലൈക്ക് ഞാൻ n ഈക്വൽ ടു 4 DFTക്ക് പറഞ്ഞു തന്ന പോലെ വിത്ത് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ DIT FFT അൽഗോരിതം എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പിൻ്റെയും കമ്പ്യൂട്ടേഷൻസും ഇക്വേഷൻസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോവുക. എന്നിട്ട് കൺസിഡർ ആൻഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് എഴുതിയിട്ട് ആ സീക്വൻസ് വെച്ച് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ഡയഗ്രത്തിലോട്ട് വരയ്ക്കാം. വീണ്ടും സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട, കാരണം നിങ്ങൾ ഓൾറെഡി തിയറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ മാത്രം, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യുക, ഡിസ്കസ് ദി DIT FFT അൽഗോരിതം വിത്ത് ആൻ എക്സാമ്പിൾ എന്നാണ് പറയുന്നതെങ്കിൽ DITയുടെ വിത്ത് തിയറിയാണ് നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി 8-point DFT ഓഫ് ദി സീക്വൻസ് എക്സ് ഓഫ് n ഈക്വൽ ടു യൂസിങ് DIT അൽഗോരിതം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒന്നും ഇക്വേഷൻസ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് അതുപോലെ തന്നെ അങ്ങ് പഠിച്ച് എഴുതിയാൽ മതി. ഓക്കെ, വെറുതെ സമയം കളയണ്ട, തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, സോ ഇപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി 8-point DFT ഓഫ് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു സീക്വൻസ് തന്നിട്ടുണ്ട് യൂസിങ് DIT FFT അൽഗോരിതം. സോ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മുടെ DIT അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിറ്റ് റിവേഴ്സൽ ആണല്ലേ. സോ ബിറ്റ് റിവേഴ്സ്ഡ് ഇൻപുട്ട് സീക്വൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. ബിറ്റ് റിവേഴ്സ്ഡ് ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു നമ്മുടെ ഓർഡർ എന്തായിരുന്നു 0 4 2 6 ദെൻ ഇതിൻ്റെ +1 ചെയ്താൽ ഓർഡർ സീക്വൻസ് കിട്ടും 1 5 3 7 അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ ഇതാണ് 0 1 2 3 4 5 7 ഇതാണ് ഓർഡർ. സോ എക്സ് ഓഫ് n ബിറ്റ് റിവേഴ്സ്ഡ് ഇൻപുട്ട് സീക്വൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം 0, സോ 2 4 4ൻ്റെ വാല്യൂ 2, ദെൻ 2യുടെ വാല്യൂ 2, ദെൻ 6 2, ദെൻ ഒബ്വിയസ്ലി ബാക്കിയെല്ലാം എന്ത് തന്നെ ആയിരിക്കും 1 തന്നെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ബിറ്റ് റിവേഴ്സ്ഡ് ഇൻപുട്ട് സീക്വൻസ്. അല്ലാതെ പിന്നെ വീണ്ടും നിങ്ങൾ ബിറ്റ് റിവേഴ്സ് ചെയ്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, നൗ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സ്റ്റേജസ്. സോ നമ്പർ ഓഫ് സ്റ്റേജസ് എമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്, ലോഗ് n to the base 2, that is log 8 to the base 2 is equal to 3. So small m in the value 1 2 3. Okay, then each stage will have n by 2, that is 8 by 2, 4 butterflies. Okay, each stage will have 4 butterflies. Then മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ സെപ്പറേഷൻ. സോ സാമ്പിൾ സെപ്പറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ സെപ്പറേഷൻ ഇസ് ഈക്വൽ ടു 2 raised to small m minus 1. ഓക്കെ, സോ ഫോർ ഫസ്റ്റ് സ്റ്റേജ് m ഈക്വൽ ടു 1 സാമ്പിൾ സെപ്പറേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുക, വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് സമയം കളയണ്ട. m ഈക്വൽ ടു 1 സാമ്പിൾ സെപ്പറേഷൻ, ദെൻ m ഈക്വൽ ടു 2 സാമ്പിൾ സെപ്പറേഷൻ, ആൻഡ് ഫോർ m ഈക്വൽ ടു 3 4 sample separation. Okay, this is the sample separation order. Then നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻറ്റ്. ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻറ്റ്. സോ ട്വിഡിൽ ഫാക്ടറിൻ്റെ എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, k is equal to
nt divided by 2 raised to m, where t goes from 2 raised to m minus 1 minus 1. This is the Twiddle factor exponent value. Okay. എന്തൊക്കെയാണ് വരും Twiddle factor for first stage? m equal to 1-ന് എന്തൊക്കെയാണ് വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m equal to 1-ന് t is equal to 0. t 0 ആണെങ്കിൽ k is equal to 0. കറസ്പോണ്ടിങ് Twiddle factor എന്ന് പറയുന്നത് W80 is equal to 1. Okay. Then for second stage m equal to 2. m equal to 2 ആണെങ്കിൽ t യുടെ വാല്യൂ 0-ഉം 1-ഉം. ഓക്കെ. സോ ഇതിനകത്ത് t is equal to 0 വന്നാൽ k is equal to 0. കറസ്പോണ്ടിങ് Twiddle factor എന്ന് പറയുന്നത് W80 is equal to 1. And for t is equal to 1, corresponding Twiddle factor k is equal to 1. And എന്തായിരിക്കും k equal to 1 അല്ല, k equal to 2. k equal to 2, corresponding Twiddle factor is W82 is equal to minus j. Okay. സോ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 3 സ്റ്റേജസ് ആണ് 8 പോയിന്റ് DITക്ക് ഉള്ളത്. നൗ തേർഡ് സ്റ്റേജ്. ഓക്കെ. ഫോർ m equal to 3. സോ ഫോർ m equal to 3ക്ക് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3. ടിക്ക് 4 വാല്യൂസ് ഉണ്ടാവും. സോ ഓരോന്നായിട്ട് എഴുതുക. t is equal to 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് k is equal to 0. Twiddle factor എന്ന് പറയുന്നത് W80 is equal to 1. Then t is equal to 1 ആണെങ്കിൽ k is equal to 1. Corresponding Twiddle factor W81 is equal to 1 by root 2 minus j 1 by root 2. Then for t is equal to 2, corresponding k is equal to 2, and Twiddle factor is W82 is equal to minus j. Then t is equal to 3, then k will be equal to 3. Corresponding Twiddle factor 3, which is minus 1 by root 2 minus j 1 by root 2. Okay, Twiddle factors എഴുതി. Then last final step, fifth step എന്ന് പറയുന്നത് output x of k. അതായത് ബട്ടർഫ്ലൈ സ്ട്രക്ചറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും അല്ലേ. സോ ഔട്ട്പുട്ട് എക്സ് ഓഫ് കെ വിൽ ബി ഇൻ ദി കറക്റ്റ് ഓർഡർ. ഓക്കെ. ഔട്ട്പുട്ട് എക്സ് ഓഫ് കെ വിൽ ബി ഇൻ ദി കറക്റ്റ് ഓർഡർ. സോ ഇത്രയും സ്റ്റെപ്സ് ഇങ്ങനെ മാത്രം എഴുതി നിർത്തുന്നതാണ് പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതെങ്കിൽ നല്ലതെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ 8 പോയിന്റ് DIT ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻസിനൊക്കെ ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും. അപ്പോൾ ടൈം കൺസംഷൻ കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ സ്റ്റെപ്സ് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ. നൗ നമുക്ക് അടുത്ത ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻഡ് DIT FFT അൽഗോരിതത്തിൽ ബട്ടർഫ്ലൈ സ്ട്രക്ചർ കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ വരയ്ക്കണം. ബട്ടർഫ്ലൈ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? A, B 2 ഇൻപുട്ട്സ് കൊടുക്കുവാണ്. ഇവിടെയാണ് നമ്മൾ Twiddle factor മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഔട്ട്പുട്ട് വിൽ ബി A പ്ലസ് Twiddle factor ഇൻറ്റു B, ആൻഡ് സെക്കൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A മൈനസ് Twiddle factor ഇൻറ്റു B. ഓക്കെ. ഇതായിരിക്കും 2 ഔട്ട്പുട്ട് സീക്വൻസ്. ബട്ടർഫ്ലൈ സ്ട്രക്ചർ കൂടി അതിനകത്ത് വരയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് 8 പോയിന്റ് ആണ്. സോ നമുക്ക് 8 ഇൻപുട്ട്സ് 8 ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്. സോ ആദ്യം നമുക്ക് നമ്മുടെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഓർഡർ എന്തായിരുന്നു? 2 2 2 2 1 1 1 1 ആയിരുന്നു. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം സീക്വൻസ് വരയ്ക്കുക. 2 2 2 2 1 1 1 1. ഓക്കെ. സോ ദിസ് വിൽ ബി ദി ഇൻപുട്ട് സീക്വൻസിൻ്റെ ഓർഡർ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ബട്ടർഫ്ലൈ സ്ട്രക്ചർ കമ്പ്യൂട്ട് ചെയ്യണം. സോ ബട്ടർഫ്ലൈ സ്ട്രക്ചർ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ 8 ഔട്ട്പുട്ട്സ് എഴുതേണ്ട ആ പൊസിഷൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ. സോ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഡോട്ട് മാത്രം ഇടുവാണ് ഫോർ 8 ഔട്ട്പുട്ട്സ്. ഓക്കെ. സോ 8 ഔട്ട്പുട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ Twiddle factorൻ്റെ സ്ട്രക്ചർ ബട്ടർഫ്ലൈയുടെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് വരച്ചേക്കുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ 1 സാമ്പിൾ സെപ്പറേഷൻ ആൻഡ് ഒരൊറ്റ Twiddle factors മാത്രമേ നമുക്കുള്ളൂ. ഏതാണ്? W80 വിച്ച് ഇസ് ഈക്വൽ ടു 1 അല്ലേ? W80 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അത് നമ്മളങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഫസ്റ്റ് സ്റ്റേജ് m ഈക്വൽ ടു 1. ഫസ്റ്റ് സ്റ്റേജ് m ഈക്വൽ ടു 1 സാമ്പിൾ സെപ്പറേഷൻ. 1 സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട്സ് ആയിരിക്കും നമ്മൾ ബട്ടർഫ്ലൈ സ്ട്രക്ചറിനായിട്ട് ചൂസ് ചെയ്യുന്നത്.
So രണ്ട് കംപ്ലീറ്റ് ചെയ്യുക. This will be the first stage and this is the second stage, third stage and fourth stage. So each stage will be having 4 butterflies and ഓരോ ബട്ടർഫ്ലൈ നമുക്ക് ആകെപ്പാടെ ഏത് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ട്വിഡിൽ ഫാക്ടർ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് 1. W40 ഈക്വൽ ടു 1. സോ W40 1 ആണ്. ഇനി എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കമ്പ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A പ്ലസ് ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു B ആൻഡ് സെക്കൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, A മൈനസ് ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു B. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് എന്താ വരും, നമുക്ക് ട്വിഡിൽ ഫാക്ടർ 1 ആയതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. ഫസ്റ്റ് എന്ന് പറയുന്നത് 2 പ്ലസ് ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു B, ദാറ്റ് ഇസ് 2 പ്ലസ് 1 ഇൻറ്റു 2 വിൽ ഗെറ്റ് 4. ദെൻ രണ്ടാമത്തത് 2 minus ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു B, ദാറ്റ് ഇസ് 2 minus 2 0. സോ ഇവിടെ 2 plus 2 4, then again 2 minus 2 0. Now 1 plus 1 2, 1 minus 0, and 1 plus 1 2, 1 minus 1 0. So this is the first stage. So first stage outputൽ ഇനി അടുത്ത എന്താ വരയ്ക്കാനുള്ള, നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താ, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. സോ നമുക്ക് 8 ഇൻപുട്ട്സ് ഉണ്ട്, 40 40 20 20. കറസ്പോണ്ടിങ് നമുക്ക് 8 ഔട്ട്പുട്ട്സും ഉണ്ടാവും. ഓക്കെ, 8 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ദെൻ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് 2 ആണ്. 2 ട്വിഡിൽ ഫാക്ടേഴ്സ് ആണ് നമുക്ക് വരുന്നത്. സോ സാമ്പിൾ സെപ്പറേഷൻ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്ട് ഞാൻ 4 ആണ് എടുക്കുന്നതെങ്കിൽ അടുത്ത സാമ്പിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ നിന്ന് 2 സ്റ്റെപ്പ് താഴോട്ട്. സോ 1 2, അപ്പോൾ 4ഉം 4ഉം ആണ് ഫസ്റ്റ് ബട്ടർഫ്ലൈയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ഗീവ് ദി ഫസ്റ്റ് ബട്ടർഫ്ലൈ. ദെൻ രണ്ടാമത്തെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 4 കഴിഞ്ഞാൽ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ 0 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ നിന്ന് 2 സാമ്പിൾ താഴോട്ട്, 1 2. സോ 0യും 0യും ആണ് അടുത്ത ബട്ടർഫ്ലൈയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അത് രണ്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, നൗ അടുത്തത് 2ഉം അവിടെ നിന്ന് 2 സാമ്പിൾ താഴോട്ട് എന്ന് പറയുമ്പോൾ 2ഉം 2ഉം ആയിരിക്കും അടുത്ത ബട്ടർഫ്ലൈ, തേർഡ് ബട്ടർഫ്ലൈയുടെ ഇൻപുട്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 0യും 0യും. ഓക്കെ ആണല്ലോ. ഇനി ഏതൊക്കെയാണ് ട്വിഡിൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് 2 ട്വിഡിൽ ഫാക്ടേഴ്സ് ആണ് വരുന്നത്, W40 അതായത് W80 1ഉം W82 മൈനസ് ജെ. സോ ഫസ്റ്റ് ട്വിഡിൽ ഫാക്ടറിന് 1 കൊടുക്കുക, സെക്കൻഡ് ട്വിഡിൽ ഫാക്ടറിന് മൈനസ് ജെ കൊടുക്കുക. എഗെയിൻ ഫസ്റ്റ് ബട്ടർഫ്ലൈക്ക് 1 കൊടുക്കുക, സെക്കൻഡ് ബട്ടർഫ്ലൈക്ക് മൈനസ് ജെ കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഔട്ട്പുട്ട്സ് കമ്പ്യൂട്ട് ചെയ്തേ. ഫസ്റ്റ് ബട്ടർഫ്ലൈ നിങ്ങൾ ഇൻപുട്ട് എടുക്കുമ്പോൾ ആ ബട്ടർഫ്ലൈ തന്നെ നോക്കിയെടുക്കുക. ഇൻപുട്ട് എന്ന് പറയുന്നത് 4ഉം ട്വിഡിൽ ഫാക്ടർ. സോ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A പ്ലസ് ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു B, അതായത് 4 പ്ലസ് 4. സോ വിൽ ഗെറ്റ് 8. ദെൻ രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A മൈനസ് ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു B, 4 മൈനസ് 4, ഇറ്റ് ഇസ് 0. ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ബട്ടർഫ്ലൈയുടെ രണ്ടാമത്തെ വിങ്ങിൽ തന്നെ ഔട്ട്പുട്ട് എഴുതാൻ നോക്കണം. സോ വിൽ ഗെറ്റ് 8 0. ദെൻ രണ്ടാമത്തെ ബട്ടർഫ്ലൈ ഏതാണ്, ഇൻപുട്ട് 0യും 0യും ആണ്. അപ്പോൾ 2 ഇൻപുട്ട്സും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, വിൽ ബി ഈക്വൽ ടു 0. ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ദെൻ ഇവിടെ നോക്കുക, അടുത്ത ബട്ടർഫ്ലൈ 2ഉം 2ഉം ആണ് ഇൻപുട്ട്, ട്വിഡിൽ ഫാക്ടർ 1. സോ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 പ്ലസ് 1 ഇൻറ്റു 2 വിൽ ഗെറ്റ് 4. ദെൻ രണ്ടാമത്തെ ഔട്ട്പുട്ട് 2 മൈനസ് 1 ഇൻറ്റു 2, ദാറ്റ് ഇസ് 0. ദെൻ രണ്ടാമത്തെ ബട്ടർഫ്ലൈയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0യും 0യും ആണ്. സോ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, വിൽ ബി 0 0. ഓക്കെ, സോ ദിസ് ഈസ് ദി സെക്കൻഡ് സ്റ്റേജ്. നൗ നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഫോർ തേർഡ് സ്റ്റേജ്, M ഈക്വൽ ടു 3. സോ M ഈക്വൽ ടു 3യിലും കറസ്പോണ്ടിങ് എന്ത് ചെയ്യുക, നമുക്ക് 8 ഔട്ട്പുട്ട്സ് വരും. ഓക്കെ, നൗ M ഈക്വൽ ടു 3യിൽ തേർഡ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു, നമുക്ക് 4 സാമ്പിൾ സെപ്പറേഷൻ ആണ് വരുന്നത്. അതുകൂടാതെ 4 ട്വിഡിൽ ഫാക്ടേഴ്സും വരും. അപ്പം 4 ബട്ടർഫ്ലൈക്ക് 4ലും 4 ട്വിഡിൽ ഫാക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ 4 സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് സാമ്പിൾ ഞാൻ 8 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് 4ാമത്തെ സാമ്പിൾ ആയിരിക്കും അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ 8 എടുത്താൽ 1 2 3 4. സോ 8ഉം 4ഉം ആയിരിക്കും ഫസ്റ്റ് ബട്ടർഫ്ലൈയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ,
ആൻഡ് അതിൻ്റെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ W81. അതവിടെ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. സോ ഇവിടെ കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ ഫസ്റ്റ് 8 പ്ലസ് ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു ബി, 8 പ്ലസ് 4 ഇൻറ്റു 1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12 ആൻഡ് 8 മൈനസ് ട്വിഡിൽ ഫാക്ടർ ഇൻറ്റു ബി, 8 മൈനസ് 1 ഇൻറ്റു 4 ദാറ്റ് ഇസ് 4. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ബട്ടർഫ്ലൈ ഇൻപുട്ട് 0 ആണെങ്കിൽ അടുത്ത ഇൻപുട്ട് ഏതായിരിക്കും? അവിടെ നിന്ന് നാലാമത്തെ സാമ്പിൾ 1 2 3 4. സോ ഈ 0യും ഈ 0യും ആയിരിക്കും അടുത്ത ബട്ടർഫ്ലൈയുടെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. സോ അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. ദെൻ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് W81, അത് വാല്യൂ വലുതാണ്. സോ W81 എന്ന് മാത്രം നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. എഴുതിയിട്ട് താഴെ W81ൻ്റെ വാല്യൂ എഴുതണം. W81ൻ്റെ വാല്യൂ എന്താണ്? 1/√2 മൈനസ് ജെ 1/√2. ഓക്കെ, സോ ഇവിടുത്തെ പ്രത്യേകത എന്താ? രണ്ട് ഇൻപുട്ട്സും 0 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ, നൗ മൂന്നാമത്തെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇതും ആയിരിക്കും അതിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. സോ ആ 3 ബട്ടർഫ്ലൈ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇൻപുട്ട് സാമ്പിൾസ് 0 ഒക്കെ വരുന്നതുകൊണ്ട് കമ്പ്യൂട്ടേഷൻ വളരെ ഈസിയാണ്. പക്ഷേ 0 അല്ലാതെ നോൺ 0 വാല്യൂസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരുന്ന സമയത്ത് കമ്പ്യൂട്ടേഷൻ ചെയ്ത് തന്നെ ഓരോ ബട്ടർഫ്ലൈ സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ മൂന്നാമത്തെ ബട്ടർഫ്ലൈ സ്ട്രക്ചറിൻ്റെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് W82 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ജെ. സോ ഇവിടെയും കമ്പ്യൂട്ടേഷൻ ഇല്ല, കാരണം രണ്ട് ഇൻപുട്ട്സും എന്ത് തന്നെയാണ്? 0 ആണ്. സോ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സും 0. ഓക്കെ, നൗ നാലാമത്തെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇത് ജോയിൻ ചെയ്യാം. ആൻഡ് കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് W83. സോ W83 എന്ന് പറയുന്നത് മൈനസ് 1/√2. ഓക്കെ, നൗ കറസ്പോണ്ടിങ് രണ്ട് ഇൻപുട്ട്സും 0 ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബട്ടർഫ്ലൈ സ്ട്രക്ചർ 3 സ്റ്റേജസിൻ്റെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇൻപുട്ട് ബിറ്റ് റിവേഴ്സ് ചെയ്താണ് കൊടുത്തതെങ്കിലും ഔട്ട്പുട്ട് സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് ഓർഡറിൽ തന്നെ ആയിരിക്കും? കറക്റ്റ് ഓർഡറിൽ തന്നെ ആയിരിക്കും. സോ ഫൈനൽ ഔട്ട്പുട്ട് എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു 12 0 0 0 4 0 0 0. So this will be the DIT FFT output. സോ എപ്പോഴും ശ്രദ്ധിക്കുക, അൽഗോരിതം തരുന്ന സമയത്ത് ലാസ്റ്റ് ഔട്ട്പുട്ട് സീക്വൻസ് എടുത്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രാക്ടീസ് പ്രോബ്ലംസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.